ഗുരുവായൂരപ്പാ. ദാമോദരാ, ഇന്നെന്താ പതിവില്ലാതെ പുറത്തു കൊണ്ടുപോയൊരു ചായ കൊടുപ്പ്? ആരത് കണ്ടുപിടിക്കണില്ലല്ലോ. അത് നമ്മടെ മാണിക്കനാ. ഒടിയൻ മാണിക്കനോ? നമ്മുടെ ദേശത്തിന്റെ ഒടിയൻ കേടുപാട് കൂടാതെ തിരിച്ചെത്തിയില്ലോ. ജീവനോടെ ഒടിയനെ കാണാത്ത പിള്ളേര് ദാ അങ്ങോട്ട് നോക്കുക. ദാ ഇരിക്കണു മുഴുവനായിട്ട് ഒരു ഒടിയൻ. ആഭരണ വർജനം എന്നുള്ളത് ഡോക്ടറിനായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ ഒക്കത്തില്ല. ഈ ചരിത്രത്തിൽ നമ്മൾ ചെയ്തൊരു അബദ്ധമായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പോഴും? വലിയ അബദ്ധമായിരുന്നു, വലിയൊരു അബദ്ധമാണ്. അപ്പോസ്തലിക ഉപദേശത്തിലൊന്നും ഇതില്ലല്ലോ. ആഭരണം ഒരു വിഷയമല്ല. പത്രോസ് ആഭരണം ഊരിച്ചെന്ന് പറയുന്നില്ലല്ലോ, ഒരിടത്തും പറയുന്നില്ല. ആകെ ഇവർ പറയുന്ന വെള്ളി പൊന്ന മുതലായ കഴിഞ്ഞ 3 അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു വിഷയമാണ്, ഒരു വാക്യമാണ്. അങ്ങനത്തെ വാക്യമൊക്കെ എടുത്ത് സ്ഥാപിക്കുന്നു. SC 24/2019. അയ്യർ സാറാണല്ലോ പ്രോസിക്യൂട്ടർ. Your Honor, I am appearing as special prosecutor for the state. പ്ലീസ് പ്രൊസീഡ്. കേസിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് അതികഠിനമായ ലൈംഗിക ആരോപണങ്ങളുള്ള 2 പേര് വിശുദ്ധരായ ബന്ധുക്കോസുകാർ കൊണ്ടുവരുന്നത്. അവൻ ഒരു വീട്ടിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചോണ്ട് അവളുടെ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്തതല്ലേ? ഓ, എവിടെ? അമേരിക്കയിലോ? അല്ലല്ല, നാട്ടിൽ. അവന് ഒരു പെണ്ണിനെ തുണി പൊക്കി കാണിച്ചിട്ട് ആ കോളനി ഓടി രക്ഷപ്പെടേണ്ടി വന്നല്ലേ ഷമീർ? എന്താണ് ഈ പ്രശ്നം? എന്താണ്? കനകാംബരൻ അല്ലേ? കനകാംബരൻ ഞങ്ങളുടെ അയലന്തരത്തുകാരനാണ് സാറേ. അവൻ രാവിലെ എന്റെ ഭർത്താവും മക്കളും പോയിക്കാൻ പപ്പ കുളിക്കണം. കുളിക്കണത് തെറ്റല്ലല്ലോ. കുളിക്കണോണ്ട് കുഴപ്പമില്ല സാറേ. വെയില് കിട്ടിയിട്ടില്ല, അത് കെട്ടൂല. കുളിമുറി കിട്ടാൻ പറഞ്ഞാൽ അത് കെട്ടൂല. അവൻ ഞങ്ങളുടെ വീടിന്റെ മറ്റേ വന്നത് കുളിക്കണം. എല്ലാം കാണിച്ചു തന്നിട്ടാണ് അവൻ കുളിക്കുന്നത് സാറേ. അങ്ങോട്ട് നോക്കണ്ടിരുന്നാ പോരെ? നോക്കാതിരുന്ന ശൂശൊന്നും വിളിക്കുമല്ലോ. ഇവന്റെ വീട്ടിൽ ആരുമില്ല? ഈ ഭാര്യ പിള്ളേർ അങ്ങനെ ആരും? അവൻ എല്ലാവരും ഇങ്ങനെ കാണിച്ച് അവന്റെ ഭാര്യ ഇട്ടേച്ചും പോയി കളഞ്ഞു. ഇവൻ എങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് കാണാൻ? പൊക്കം കുറഞ്ഞ് കറുത്തിട്ടൊരു മാക്കാച്ചിനെ പോലെ കാണാനല്ലേ? കാണാനൊന്നും കൊള്ളില്ല സാറേ. ഓ, കാണാൻ കൊള്ളായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? അതൊരു ഷമീറിന്റെ ഈ മൂത്രമൊഴിക്കുന്ന ഉപകരണത്തിന് വലിപ്പം കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ അമേരിക്കയിൽ താമസിക്കുന്ന പല വീട്ടിലും സ്ത്രീകൾ അതിൽ ആകൃഷ്ടരായെന്നുള്ളതാണ് പുള്ളി ഇങ്ങനെ കാണിക്കും. ഡാളസിൽ വളരെ പ്രമുഖയായ ഒരു സോഷ്യൽ വർക്കർ ആയിട്ടുള്ള ഒരു ബന്ധുക്കൂട്ടുകാരി, അവൾ വീട്ടിൽ 2 ദിവസത്തേക്ക് ഷമീറിനെ അറിയാം. ക്ലബ് ഹൗസിലൊക്കെ പണ്ട് വന്നോണ്ടിരുന്നതാണോ? കേട്ടോ, പ്രേമഗാനമാണ്. അവള് ചില്ലറക്കാരി അല്ല. ഈ ഷമീർ ഈ താമസിച്ചുകൊണ്ടിരുന്ന ഒരു പെന്തക്കോസ്തുകാരൻ പണിത് ഒരു കോളനിയിലാണ്. ഒരു പെന്തക്കോസ്തുകാരൻ അമേരിക്കയിലുള്ളൊരു പെന്തക്കോസ്തുകാരനായിരുന്നു പുള്ളി. ഒരു 40 വീട്, പുള്ളിക്ക് ഒരു 3-4 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അതിനകത്ത് 10-40 വീട് വെച്ച് ഈ വീടില്ലാത്തവർക്കെല്ലാം കൂടെ കൊടുത്തു. അപ്പം
എന്നിട്ട് അതിന്റെ ചുമതല ആ വീടുകളിലെല്ലാം കൂടെ ചുമതല, ആ കോളനിയുടെ ഒരു ചുമതല ഒരു പാസ്റ്റർ ഏൽപ്പിച്ചു. ആ പാസ്റ്റർ ഒരു മാത്യു എന്നാണ്, വിളിച്ച പ്രായമുള്ളവരാ, മാത്യു പാസ്റ്റർ. ഈ കോളനിയിൽ ഒരു വീട് ഈ ഷമീറിന് കിട്ടി. ഷമീറിനല്ല, ഷമീറിന്റെ അമ്മയ്ക്കും ഒക്കെ കൂടെ കിട്ടി. ഇവരെല്ലാം കൂടെ അവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ തുണി അലക്കിക്കൊണ്ടിരുന്ന 15 വയസ്സുള്ള ഒരു പെങ്കൊച്ചിന്റെ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഈ ഷമീർ ഇത് പൊക്കി കാണും. ആ പെണ്ണ് ബോധം കെട്ട് വീണു. വലിയ വിഷയം. അന്ന് കോളനിക്കാരനാണ് ഇവനെ തല്ലി ഓടിച്ചു. അങ്ങനെ ഇവൻ വീട് വിട്ട് ഓടിപ്പോണ്ടി വന്നു. ഈ കോളനി ഓടിച്ചു. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പുറത്തിറങ്ങാൻ പറ്റില്ല. എന്താ എന്നെ പറ്റി പോലീസിന് ഇന്നുവരെ യാതൊരു സംശയവുമില്ല. അനാഥ മന്ദിരം, കുഷ്ഠരോഗ നിവാരണം എന്നൊക്കെ പറഞ്ഞു വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. താനുമായി ബന്ധമുണ്ടെന്നോ മറ്റോ പോലീസുകാർ അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. ഈ ഷമീർ എന്ന് പറയുന്നവനെ സത്യത്തിൽ ഈ കൊല്ലത്ത് ബ്രദറൻ സഭയിലെ ഒരു മൂപ്പന്റെ ഡ്രൈവറായിട്ടായിരുന്നു ഇവന്റെ യാത്ര ആരംഭിച്ചു. ഷമീർ പ്രളയംകാരനാണ്, അല്ല ബന്ധക്കോസുകാരനല്ല. ഇതൊക്കെ ബന്ധക്കോസുകാർക്ക് അറിയത്തില്ലല്ലോ. പുള്ളി പറയുമ്പം പറയുന്ന ഇയാള് നല്ല സാമ്പത്തികമുള്ള, ഇയാൾക്കൊരു 3 കാറും കുറച്ച് സ്ഥലവും എല്ലായിട്ട് കൊല്ലം ടൗണിൽ തന്നെയുള്ള, കൊല്ലം ടൗണിലെ സഭയുടെ മൂപ്പനായിരുന്നു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഇയാൾക്കൊരു മോളായിരുന്നു. ഈ മോള് ഫിസിയോതെറാപ്പിയോ അങ്ങനെ ഏതാണ്ട് കോഴ്സ് പഠിക്കാൻ ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ പോയി കഴിഞ്ഞപ്പം ഇയാളുടെ ഭാര്യ കുറച്ച് കഴിഞ്ഞപ്പോ അവർക്ക് അവിടെ ഫുഡ് ശരിയാകുന്നില്ലെന്ന് പറഞ്ഞു അവരൊരു വാടക വീടെടുത്ത് മോള് താമസിച്ചിട്ട് അമ്മയും കൂടെ അങ്ങോട്ട് പോയി ബാംഗ്ലൂർക്ക്. അപ്പം ഇവിടെ ഈ മൂപ്പൻ മാത്രമായി, മൂപ്പന് ഡ്രൈവറായിട്ട് ഷമീറും. അങ്ങനെ മൂപ്പന് എല്ലാം വെച്ചു കൊടുക്കാൻ വേണ്ടി ഷമീർ പെങ്ങളെ കൂടെ കൊണ്ട് അവിടെ താമസിപ്പിച്ചു. ഷമീറിന്റെ പെങ്ങളെ. അങ്ങനെ ഷമീറിന്റെ പെങ്ങളും മൂപ്പനുമായിട്ട് വെപ്പും കുടിയൊക്കെ ആയി. അങ്ങനെ ഒരു ദിവസം മൂപ്പന്റെ ഭാര്യ തിരിച്ചു വന്നപ്പം അങ്ങനെ ഡിങ്കോലാഫിയായി, വലിയ ബഹളമായി. അങ്ങനെ മൂപ്പൻ ഡിവോഴ്സായി, മൂപ്പൻ സ്ഥാനം തെറിച്ചു. അയ്യോ. അങ്ങനെ ഷമീർ പെന്തക്കോസ് വന്നേ. പതുക്കെ. എന്റെ ഭാര്യയെ ഞാൻ ഈ പത്രം കാണിച്ചിട്ടില്ല. എന്റെ രഹസ്യങ്ങളൊന്നും അവർക്ക് പോലും അറിയില്ല. എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? അങ്ങനെ അവര് പെന്തക്കോസ് വന്ന് കേറുന്നേ. ഇത് വല്ലതും പെന്തക്കോസുകാർ തിരക്കിയോ? ഇവൻ ഏതാ പെന്തക്കോസ്, ഇവനെ ഏത് ഭാഷ സ്നാനപ്പെടുത്തിയ, ഇവൻ എങ്ങനെയാ പെന്തക്കോസുകാരനായ, ഇത് വല്ലതും തിരക്കിയോ? യാതൊരു അന്വേഷണവും ഇല്ലാതെ പുള്ളിക്ക് വേദികൾ അങ്ങ് കൊടുക്കുക. അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകരാ, ഒളിച്ചിരിക്കാൻ വേണവാ. ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല. താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ. ഞാൻ വല്ല മലയാളിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം. ഈ കാവാലവും ഇങ്ങനത്തെ ഹിസ്റ്ററി ഒക്കെ ഉള്ള ആളാന്ന് തോന്നല്ലേ ശിവപാസ്റ്റർ? ഡെയിലിയാടി ഇവന്റെ അടുത്ത് തന്നെ വന്നത് വിട്ടിത്തായി പോയല്ലോ ഈശ്വര. തനിക്ക് അഭയം തന്ന ഞാനാ വിട്ടി. എവിടെയെങ്കിലും പോയി തൊലഞ്ഞൂടെ തനിക്ക്? ഇനി തൊലയുന്നത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. കാവാലത്തിന് അങ്ങനെ ഇഷ്ടമില്ല. കാവാലം പണ്ടൊരു കാത്തിരിപ്പിയോക്കാരനും പ്രവാചകനും ഒക്കെ ആയിരുന്നു. കാവാലത്തിന് അങ്ങനത്തെ വലിയ ഹിസ്റ്ററി ഒന്നുമില്ല. കാവാലത്തിനെ പറ്റി എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. കോട്ടയം സെന്ററാ കാവാല. അപ്പൊ കോട്ടയം സെന്ററിലെ കാവാലത്തിന്റെ ഭാര്യ ഒരു 10-30 കൊല്ലം ഒരു പരസ്യം കൊടുത്തു. പുള്ളിക്ക് പുരുഷന്മാരുമായിട്ടാ താല്പര്യമുണ്ട്, കുടുംബജീവിതം നടക്കുന്നില്ല, പരാതി കൊടുത്ത. കാവാലം ഒരു സ്വവർഗാനുരാഗിയാണ് എന്ന് പറഞ്ഞ് കാവാലത്തിന്റെ ഭാര്യ കോട്ടയം IPC സെന്ററിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഭാര്യയെ പോലെ ഒരുത്തരം കൊണ്ടു നടക്കുന്നുണ്ട്. അത് അവനുമായിട്ടുള്ള ബന്ധം കാരണമാണ് ഈ ഭാര്യ പരാതി കൊടുത്തത്. ആരോഗ്യം വരുത്തി തരാം. യഹോവ പിശാചാണെന്ന് അങ്ങനെ ചിന്തിക്കാൻ, അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം എന്താണ്? അങ്ങനെ
ചിന്തിക്കുന്ന എന്തുകൊണ്ടാ?